വിനയന്റെ ലോകം 6ാം എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും ലോകം വിഭിന്നമാണ് അല്ലേ? ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വിഭിന്നമാണ്. പലരും പറയും പലർക്കും സാഹചര്യങ്ങൾ കൊണ്ടാണ്, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലാണ് രക്ഷപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ ഉന്നതിയിലോട്ട് എത്താഞ്ഞത്, അല്ലെ എനിക്ക് പഠിക്കാൻ സാധിക്കാഞ്ഞത് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഒരു പരിധിവരെയൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഈ മനസ്സിന്റെ ഫയറും എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനായിട്ടുള്ള നമ്മുടെ ത്വരയും അതിന്റെ ഡെഡിക്കേഷനും അതാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് തിരിച്ചടി ഉണ്ടായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്താൻ പറ്റും എന്നാണ് എൻ്റെ ലോകത്തെക്കുറിച്ച് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ വിശ്വാസം. ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു ജീവിതത്തിൽ, ഒന്നിലും. വളരെ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ചു, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. കലയൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അച്ഛനമ്മമാരായിരുന്നു. അങ്ങനെ ഒരു പുഷിങ്ങും ആരുടെയും ഇല്ലാതെ, എന്നാ മനസ്സിൽ ആഗ്രഹമുണ്ട്, പിന്നെ എങ്ങനെയൊക്കെ ആവും എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള നമ്മുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, അതിൻ്റെ ഒരു അങ്ങേയറ്റത്തെ ശ്രമവും വിശ്വാസവും ഒക്കെയാണ് എനിക്ക് ഇന്നെന്തെങ്കിലുമൊക്കെ ജീവിതത്തിലാകാൻ പറ്റിയെങ്കിലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് സത്യം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയുടെ ഡയറക്ഷനും അത് റിലീസായതോടുകൂടി ഉണ്ടായ വിവാദങ്ങളും യാതൊരു വിധ മറ്റു ബന്ധങ്ങളൊന്നും സിനിമാ ഫീൽഡിൽ ഇല്ലാത്ത ഒരാള്. എനിക്ക് 22 വയസ്സിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തത്. അപ്പം എന്നെ സംബന്ധിച്ച് സിനിമയിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. സിനിമ വലിയ ഇഷ്ടമായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായ ഒത്തിരി നടന്നു, അത് സാധിച്ചില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ഡയറക്ഷനിലോട്ട് വന്നു. ഈ സിനിമ വന്നുകൂടി ഞാനെന്തോ സിനിമയിൽ ഒരു റിബലായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയായി. സൂപ്പർ സ്റ്റാർ അതിൽ അഭിനയിച്ച ചെറുപ്പക്കാരൻ മദൻലാലിനും ആ അനുഭവം ഉണ്ടായി. നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു അയാള്, ശശികുമാർ. അദ്ദേഹം ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിൽ പോലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ചാൻസ് ഒക്കെ കിട്ടിയേനെ. മോഹൻലാലോ അതുപോലെ സിനിമയിലെ അത്തരം ആ ലെവലിലുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ സിനിമാ രംഗത്തെ ചില പ്രത്യേകതകളുണ്ടല്ലോ. ഈ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുന്നവരാണല്ലോ കൂടെ കൂടുന്നവരൊക്കെ. അങ്ങനെയുള്ളവരുടെ ചില പറച്ചിലുകളും ഒക്കെ കൊണ്ട് ആ ചിത്രത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ അതെന്റെ പിന്നോടിയുള്ള ചിത്രത്തെയും ബാധിച്ചു. അതിനുശേഷം ഞാൻ ചെയ്ത കന്യാകുമാരിയിലൊരു കവിത, പിന്നെ ഒരു കുട്ടികളുടെ ചിത്രം ചെയ്തിരുന്ന അമ്മയുടെ സ്വന്തം കുഞ്ഞുമേരി, ഒക്കെ അതിനെ ഇത് ബാധിച്ചു. ആലപ്പി വിവേകാനന്ദൻ എന്ന് പറയുന്ന ആലപ്പിയിലുള്ള ഒരു നല്ല കലാകാരൻ, നല്ലൊരു സംഗീതജ്ഞനാണ് അദ്ദേഹം. ഒത്തിരി അവാർഡൊക്കെ നാടകരംഗത്തൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് സംഗീതജ്ഞനായി. അദ്ദേഹമായിരുന്നു ഈ സൂപ്പർ സ്റ്റാറിന്റെ മ്യൂസിക് ഡയറക്ടർ. BC ശശിയേട്ടൻ എന്ന് പറയുന്ന ഒത്തിരി എനിക്ക് എൻ്റെ ഒരു ചേട്ടനെ പോലെ ഞാൻ കണ്ടിരുന്ന ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞാനിവിടുന്ന് എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബോർഡിലെ ശമ്പളം കിട്ടി കഴിയുമ്പോൾ ആ കാശുമായിട്ട് മദ്രാസിൽ പോകും. ഭരതേട്ടൻ്റെ ഒക്കെ വീട്ടിൽ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ എന്നെ കൊണ്ടുപോകുന്നത് ഈ VC ശശിയേട്ടനാണ്. പിന്നെ എഡിറ്റർ മുരളിയേട്ടൻ. അങ്ങനെ ഒരു ഗാങ് ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു ഗ്രൂപ്പിനൊപ്പം ഈ മേടിച്ച ശമ്പളവുമായിട്ട് മദ്രാസിലെ എല്ലാ AVM സ്റ്റുഡിയോ ഇതാണ്, പിന്നെ പ്രസാദ് ലാബ് ഇതാണ്, വിജയ ലാബ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ കൊണ്ട് കാണിക്കും. ഞാനിങ്ങനെ നടന്ന് അവസാനം ഈ ശമ്പളം മേടിച്ച കാശ് തീരുമ്പം തിരിച്ച് അമ്പലപ്പുഴയ്ക്ക് പോരും. അങ്ങനെ സിനിമയുടെ പുറകെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഈ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് സത്യത്തിൽ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു കന്യാകുമാരിയിലൊരു കവിത എന്ന് പറയുന്ന സബ്ജക്റ്റ്. വിനീതായിരുന്നു, ജയഭാരതി ഉണ്ടായിരുന്നു, ശരത് ബാബു ഉണ്ടായിരുന്നു, രാജൻ ബി ദേവ്. പക്ഷെ അത് നമ്മുടെ ഗുഡ് നൈറ്റ്, അന്ന് രാജേട്ടൻ എന്നും പറഞ്ഞ ഒരാളായിരുന്നു ഗുഡ് നൈറ്റിന്റെ കേരളത്തിലെ ചാർജ്. പുള്ളി ഈ കഥയൊക്കെ കേട്ടിട്ട് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അശോകൻ പ്രാവച്ചമ്പലം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അനിയൻ അഖിലേഷിന്റെ കൂടെ അതിനകത്ത് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരത് എടുത്തു, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. തിരുവനന്തപുരത്തുള്ള ഒരു ബാബു ആയിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ സ്റ്റാർ എന്നുള്ള പടത്തിൽ എന്തോ നിഷേധിത്തരം കാണിച്ചു എന്നുള്ള ഒരു ടോക്കിന്റെ പുറത്ത് അന്ന് സ്ഥിരമായിട്ട് മോഹൻലാൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കിലുക്കം മുതലുള്ള ആ പടങ്ങളൊക്കെ, ഈ ഗുഡ് നൈറ്റ്. അപ്പൊ ഇങ്ങനെ ഒരാളുടെ പടം എന്തിനാ എടുക്കുന്നൊക്കെ ഉള്ള ഒരു ടോക്ക് ഉണ്ടായിട്ട് പകുതിക്ക് വെച്ച് രാജേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, സോറി ഭയങ്കര പ്രഷറാണ്. അതെനിക്ക് ഗുഡ് നൈറ്റ് മോഹനേട്ടനോ ഗുഡ് നൈറ്റിലെ രാജുവിനോ ഒന്നും അറിയില്ല. ഇന്നവരൊക്കെ എൻ്റെ വലിയ ഫ്രണ്ട്സാണ്, എൻ്റെ വലിയൊരു സഹോദരനെ കണക്കുള്ള സ്നേഹവും ഒക്കെ ഉള്ളവരാണ്.
പക്ഷെ അന്ന് എനിക്ക് ഇവരൊന്നും കോണ്ടാക്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ ഭയങ്കര ഫ്രഷാണ്, പുതിയ ആളാണ്, പ്രായത്തിൽ വളരെ എളുപ്പമാണ്. എനിക്ക് സിനിമയിലെ ഒരു ലോബിയിലും ബന്ധമില്ല. നേരെ വാ നേരെ പോ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തെങ്കിലും തെങ്ങ കിടക്കുന്ന മാങ്ങയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മാങ്ങയല്ല തേങ്ങ തന്നെയാണ് സാർ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ട് അന്നും ഉണ്ട്. സിനിമയിലല്ല, സിനിമയിൽ ഭയങ്കര റെസ്പെക്ട് ഒക്കെയാണ്. ഇന്നത്തെ കാലമല്ല. ഇന്നിപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ യൂത്തിന്റെ ന്യൂജന്റെ കയ്യിലാണല്ലോ ഇന്ന് സിനിമ. ആർക്കും സിനിമ ചെയ്യാം, ആർക്കും അഭിനയിക്കാം. അന്നതല്ലായിരുന്നു. ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റും. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ജന്മി കുടിയാൻ ബന്ധത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നോ സിനിമയിലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് വലിയ ആൾക്കാരൊക്കെ വലിയ ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ആ ചിത്രത്തിന്റെ പകുതിയായപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ അതെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പ്രശ്നത്തിലായി. പിന്നെ ഈ കൊച്ചു വിനീതായിരുന്നു ആ ചിത്രത്തിലെ നായകൻ. ആ കൊച്ചു വിനീതിൽ നിന്ന് പിന്നെ മീശയൊക്കെ വെച്ച വിനീത് ആകുന്ന കുറെ ഒരു 1.5 വർഷം എനിക്ക് അത് പ്രശ്നമായി ആ പടം. അങ്ങനെ ഉള്ള 1-2 പടങ്ങൾ എനിക്കത് ബാധിച്ചപ്പോ സിനിമ വിട്ടിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെയായി വീട്ടിലൊക്കെ സംഭാഷണം. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ മാരേജ് നടന്നത് അതിനുശേഷമൊക്കെയാണ്. പക്ഷെ മാരേജ് നടന്നത് പോലും ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗം വിട്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ശ്രീ പത്മനാഭന്റെ 4 കാശ് കിട്ടുന്നതുകൊണ്ടാണ് പെണ്ണിനെ കിട്ടിയെന്നുള്ളതാണ് സത്യം. അതങ്ങനെ പറഞ്ഞു ധരിപ്പിച്ചിട്ടാണ്. അല്ലാതെ സിനിമാക്കാരനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നീന എന്ന് പറയുന്ന എന്റെ ഭാര്യയെ അവരുടെ വീട്ടുകാരെ തരില്ലായിരുന്നു. പക്ഷെ നീന എന്റെ കൂടെ വന്നതിന് ശേഷം എന്റെ ആഗ്രഹങ്ങൾക്ക് സിനിമ ചെയ്യാനും അതിന്റെ കൂടെ സഞ്ചരിക്കാനും ഒക്കെയുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് നീന ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ സിനിമയിൽ കയറി സിനിമയിലൊന്നും ആകാൻ പറ്റാത്ത ഒരവസ്ഥ. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗം അല്ല എന്റെ ജീവിതത്തിന്റെ പാത എന്ന് എനിക്കൊരു തോന്നല്. അങ്ങനെ അവിടെ പോകാനായിട്ടുള്ളൊരു മടി. എന്നാൽ ഇവിടെ ഒരു കാലുറപ്പിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ നിന്ന് പഴയ്ക്കാനായിട്ട് ബിസിനസ് ഒക്കെ ചെയ്തു. ഒത്തിരി ബസ് സർവീസ് ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് ബസ്സും സർവീസ് നടത്തുന്ന ബസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ലോസ് ആയിരുന്നു. എല്ലാം നമുക്ക് സാമ്പത്തിക നഷ്ടമായിരുന്നു ഉണ്ടാക്കിയത്. അതിനിടയില് കല എന്ന് പറയുന്നതിനോട് ഉള്ള ഒരു അഭിനിവേശം മൂലം ഞാൻ അന്ന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ദൂരദർശനിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. അതായത് അന്ന് ദൂരദർശന് ഈ 13 എപ്പിസോഡുള്ള സീരിയൽ കണക്കുള്ള 13 എപ്പിസോഡാ അത് ചെയ്യുമായിരുന്നു. അപ്പൊ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. അന്ന് ഈ നമ്മുടെ ചാനൽസ് ഒന്നും ഇല്ലല്ലോ, മറ്റു ചാനലുകളൊന്നും ഇല്ല. ദൂരദർശനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണെന്ന്. എന്റെ ഒരു സീരിയലിന് അത് കിട്ടി. ഇനിയൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറയുന്ന കഥ അങ്ങനെ സീരിയലാക്കി. കംപ്ലീറ്റ് പുതുമുഖങ്ങൾ, നമ്മുടെ സാദിഖിനെ കണക്കുള്ള കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കുറെ പുതിയ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ഞാനൊരു സീരിയൽ, അത് ഭയങ്കര ഒരു പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 സീരിയൽ ചെയ്തു ആ സമയത്ത്. ഞാൻ കണ്ണുനീർപ്പാടം എന്ന് പറയുന്ന ഒരു സീരിയല്, ഇനിയൊന്ന് വിശ്രമിക്കട്ടെ സീരിയലിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഉണ്ണിയേട്ടനായിരുന്നു, കോഴിക്കോടുള്ള. എനിക്ക് എന്താ പറയാ, ഒരു ചേട്ടനെ പോലെ ഞാൻ കണ്ടിരുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു. മരിച്ചു അദ്ദേഹം ഈ അടുത്ത കാലത്ത്. പുള്ളിക്കാരന് ആ സീരിയൽ നല്ല ലാഭമായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, നമുക്ക് ഒരു സിനിമ എടുത്താലോ, വിനയന് വലിയ താല്പര്യമാണല്ലോ, വിനയൻ സിനിമയിൽ ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷൻ നിൽക്കുകയല്ലേ, ഒരു സിനിമയെ പറ്റി ഒന്ന് ആലോചിക്കൂ, ഞാൻ നോക്കാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരു സിനിമാ കഥ, അന്ന് ഈ പറഞ്ഞ സിനിമാ കഥകളുടെ ഒരു കൂമ്പാരം തന്നെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയാം. വിവിധ കഥകളൊക്കെ ഇങ്ങനെ ആലോചിച്ചേക്ക് ഞാൻ മുകേഷിനെ കണ്ടിരുന്നു. മുകേഷ് നാടകരംഗത്തുള്ള പോലും എനിക്കറിയാം. കാരണം എനിക്കും അന്ന് നാടക സമിതി, നാടകരചനയും നാടക സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. മുകേഷിനോട് സംസാരിച്ച മുകേഷ് പറഞ്ഞു, വിനയൻ ശ്രീനി അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, ശ്രീനിവാസനെ എനിക്കറിയാം. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ശ്രീനിയായിട്ടുള്ള പരിചയം എന്ന് വെച്ചാൽ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമ, അത് ലെനിൻ രാജേന്ദ്രൻ അത് സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രൊഡ്യൂസർ CG ഭാസ്കരൻ മുഹമ്മയിലുള്ള ഒരു പാർട്ടി നേതാവൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയായിരുന്നു. അദ്ദേഹം എന്റെ വലിയൊരു അടുപ്പക്കാരനായിരുന്നു. ഏഴാച്ചേരി രാമേന്ദ്രനായിരുന്നു അതിനകത്ത് പാട്ടൊക്കെ എഴുതി. അപ്പൊ ഇവര് മുഖാന്തരമുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് ലെനിൻ എന്നോട് പറഞ്ഞു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ എന്നോടൊരു അവസരം തരുമോ, എന്റെ കൂടെ നിൽക്കാൻ എന്ന്. എനിക്കിഷ്ടമുള്ള ഒരു സംവിധായകനായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ട് അവസാനം ചെന്നിട്ട് അത് കിട്ടിയില്ല. അവൻ എന്നോട് പറഞ്ഞൊരു വേഷമുണ്ട്, അതിനകത്തൊരു ടക്മാൻ എന്നും പറഞ്ഞ് വിപ്ലവകാരികൾക്ക് കത്ത് കൈമാറ്റം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. 4-5 സീനുള്ള ഒരു സംഭവം അതിനകത്ത് ഞാൻ ചെയ്തായിരുന്നു. ശ്രീനിവാസനെ അവിടെ മുതൽ എനിക്ക് നല്ല പരിചയമാണ്. അദ്ദേഹത്തിന്റെ കഥയൊക്കെ എന്നോട് പറഞ്ഞ് എന്നെ മാനസികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രീനിവാസൻ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കക്ഷി ഒരിക്കലും ഞാൻ ഇങ്ങനൊരു സംഭവമായിട്ട് അടുത്തിയല്ലോ എന്ന് വിചാരിച്ചില്ല. കാരണം പുള്ളി അന്ന് അങ്ങനെ തിരക്കിൽ നിൽക്കുകയാണ്. 94-95 എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ ഏറ്റവും നല്ല സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ശ്രീനിയെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ, നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ വലിയ വാല്യൂ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ശ്രീനി
പ്രതീക്ഷയില്ല. സീനി പറഞ്ഞു എന്റെ ഒരു അവസ്ഥ വിനയനറിയോ, ഞാൻ ഇങ്ങനെ ബാത്റൂമിലിരുന്നും നടക്കുന്ന വഴിക്കും കാറിലും ഒക്കെ ഇരുന്ന് സ്ക്രിപ്റ്റ് ഇരിക്കുന്ന ഒരു ടൈമാണിത്. എനിക്കറിയാം ശ്രീനിയെ, എനിക്കറിയാം. പക്ഷെ എനിക്കൊരു ശ്രീനിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പം ഞാൻ സിനിമയിലോട്ട് ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് എന്റെ മനസ്സിലുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞു എന്റെ ഈ കഥകളില്ല, പല കഥകളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ കുറെ പടങ്ങളുടെ ഇങ്ങനെ വർക്ക് പോവുകയാണ്, നല്ല കഥകളും എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉണ്ടായിരുന്ന 1-2 സബ്ജക്ട് പറഞ്ഞു നമുക്ക് തമാശ എടുക്കാം, നല്ല തമാശ എടുക്കാം, അത്തരം ഒരു ത്രെഡ് വിനയന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അനുഭവത്തിലുള്ള ഒരു കഥയുണ്ട്, എന്റെ നാട്ടിലെ ഒരു കഥയുണ്ട്. അതെന്താണ്? അപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാൻ ജെനുവിനായിട്ട് പറഞ്ഞാൽ ശ്രീനിക്ക് എന്നെ ഒഴിവാക്കാൻ മേല. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്കന്ന്. പുള്ളി ഞാനൊക്കെ ഒരേ സമയത്ത് ഈ പറഞ്ഞതൊക്കെ പുള്ളി വന്നു കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലോട്ട് വന്നത്. എന്നാലും പുള്ളിയുടെ ഒരു സ്ട്രഗിളൊക്കെ എന്നോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾ. ഒഴിവാക്കാനും മേലെ എന്ന് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. പുള്ളിക്ക് പ്രിയദർശനും സത്യനന്ദിക്കാട് ഇവരുടെയൊക്കെ വർക്കിന്റെ ഇങ്ങനെ പാരമ്പര്യം നിൽക്കുന്ന സമയത്താണല്ലോ എന്റെ ഈ റിക്വസ്റ്റ്. അപ്പൊ കഥയില്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണ് പുള്ളി. ഞാനും അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ കുട്ടനാട്ടിൽ എന്റെ ജീവിതത്തിൽ അനുഭവമുള്ള ഒരു കൊച്ചു ത്രെഡ് ഞാൻ പുള്ളിയെടുത്ത് പറയുകയാണ്. എന്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു കഥ. അതായത് BA ഒക്കെ പാസ്സായിട്ട് നല്ല ജോലിയൊന്നും കിട്ടാതെ അലയുന്ന ഒരു ചെറുപ്പക്കാരൻ. നാട്ടിലാണെ ആദ്യമായിട്ട് BA പാസ്സായി, പുതുകരിയിൽ നിന്ന് ആദ്യമായിട്ട് BA പാസ്സായി എന്നുള്ള വലിയ സ്വീകരണം വരെ കൊടുത്ത ഒരു കക്ഷിക്ക് നല്ല ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ പുള്ളി ഗതി കെട്ടിട്ടൊരു പ്യൂണായിട്ട് ഒരിടത്ത് ചങ്ങനാശ്ശേരി ജോലിക്ക് കയറുകയും നാട്ടിൽ പുള്ളി മാനേജരാണെന്ന് പറയുകയും, എന്നിട്ട് നാട്ടിൽ നിന്നൊരാള് ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് പോയപ്പം ഫ്ലാസ്കും കൊണ്ടുപോകണ കക്ഷിയെ പിടിക്കുകയും അത് നാട്ടിൽ വന്ന് പറഞ്ഞ് വലിയ പാട്ടാകുകയും പുള്ളി അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുകയും, അങ്ങനെ ഇല്ല ഞാൻ മാനേജരാണെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുലിവാലുണ്ടായ ഒരു അവസ്ഥയുണ്ട്. വളരെ തമാശയാണത്. പക്ഷെ ആ ത്രെഡ് ഞാനിങ്ങനെ ശ്രീനിവാസന്റെ കുറെ ശ്രീനിവാസന്റെ സ്വസിദ്ധമായ ചിരിയുണ്ടല്ലോ, കുറെ ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിലൊരു സംഭവമുണ്ട്, ഇത് നമുക്ക് പിടിക്കാം. പിന്നെ അതൊരു മുഴുവനൊരു കഥയായിട്ട് വൺലൈനായിട്ട് എഴുതി. ഞാൻ ഒരു 3-4 പടം ഒരുമിച്ച് പോവില്ലേ, അത് എഴുതിക്കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊന്ന് പിരിഞ്ഞു. പുള്ളി വിചാരിച്ച് ഞാൻ എഴുതിക്കൊണ്ട് ഒരു ടൈം ഉദ്ദേശിച്ചു. പുള്ളി ഒരാഴ്ചയെങ്കിലും ഉദ്ദേശിച്ചാണ്. ഞാനൊരു 2ാമത്തെ ദിവസം തന്നെ ഇതിന്റെ വൺലൈൻ ഫുൾ എഴുതിയിട്ട് പുള്ളിയെ പോയി കാണുകയാണ്. ഇത്ര പെട്ടെന്ന് ഇത് എഴുതിയോ? ഞാൻ പറഞ്ഞ അത് എന്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ, ഞാൻ എഴുതി. അങ്ങനെ എന്നോട് അത് വായിച്ചിട്ട് പറഞ്ഞു ഇത് നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കാം. മുകേഷ് ഓൾറെഡി ഇവനോട് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ മുകേഷ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ശ്രീനിവാസന്റെ ഒക്കെ ചോദിച്ചു നോക്ക്, ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞത് മുകേഷാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ണിയേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ശ്രീനിയുടെ സ്ക്രിപ്റ്റില് ശിപ്പായി ലഹള എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. വാണി വിശ്വനാഥായിരുന്നു നായിക, അതിനകത്ത് വേണു ആയിരുന്നു ക്യാമറാമാൻ. ഒരു എന്താ പറയാ, വളരെ ഡിഫറെന്റ് ആയിട്ട് SP വെങ്കടേഷ് ആയിരുന്നു അതിന്റെ മ്യൂസിക്. ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഹ്യൂമർ എന്നൊക്കെയുള്ള ലെവലിൽ നമ്മുടെ വിജയരാഘവനായിരുന്നു ഈ അതിന്റെ MD ആയിട്ടൊരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്ത ആ പടത്തില്. എനിക്ക് തോന്നുന്നു വളരെ ഡിഫറെന്റ് ആയിരുന്നു വിജയരാഘവന്റെ ആ ക്യാരക്ടർ. NF വർഗീസ് ഉണ്ടായിരുന്നു. ആ ചിത്രം നല്ല പേരുണ്ടായിരുന്നു, സൂപ്പർ ഹിറ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അത് ആൽബിൻ ആന്റണി ആയിരുന്നു അന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആ ചിത്രത്തോട് കൂടി സത്യം പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ഒരു ബേസ്. ഞാൻ അത് ഒരു സിനിമയിലെ എനിക്കൊരു ബേസ്, ഒരു ഹിറ്റ് ചിത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു മാത്തമാറ്റിക്സ് എന്താണെന്ന് ഞാൻ പഠിച്ചത് ശ്രീനിവാസന്റെ എന്നാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ശ്രീനി കാര്യത്തിൽ മന്നനായിരുന്നു. ഉള്ളിടത്ത് ഇപ്പൊ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് 68ാമത്തെ സീന് ആ ലൊക്കേഷനിൽ ഇന്ന് നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ സീൻ പുള്ളി ഒന്നും എഴുതി കാണത്തില്ല. ആ സീൻ പുള്ളി കൃത്യമായിട്ട് അതിന്റെ, അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് 69ാമത്തെ സീൻ എന്തായിരിക്കണം, 67ാമത്തെ സീൻ എന്തായിരിക്കണം, ഇതൊക്കെ അറിയാമെങ്കിൽ ഈ 68ാമത്തെ സീനിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന്റെ കണക്ഷൻ വേണമല്ലോ. ഇതൊക്കെ കാണാപ്പാടമായിരുന്നു. അത് അത്ര ഒരു ബ്രെയിൻ ആയിരുന്നു ശ്രീനിവാസന്റെ. അങ്ങനെ എനിക്കൊരു 2 ഗുണമാണ് ആ പടത്തിൽ കിട്ടിയത്. എൻ്റെ ഒരു പടം ആദ്യമായിട്ട് സൂപ്പർ ഹിറ്റ് ആകുന്നു, എനിക്ക് സിനിമയെ പറ്റിയുള്ള നല്ല പാഠങ്ങൾ എനിക്ക് കിട്ടുന്നു, നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്നു. പിന്നെ ഞങ്ങൾ മിസ്റ്റർ ക്ലീൻ എന്നുള്ള പടത്തിൽ പുള്ളി എന്നോട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ പടങ്ങൾ ഞങ്ങൾ ചെയ്തല്ലോ. പിന്നെ ഇത് ഒടുവില് ബോയ് ഫ്രണ്ട് വരെ എൻ്റെ കൂടെ ശ്രീനി ഉണ്ടായിരുന്നു. നല്ല ഒരു കലാകാരനും ഒരു റൈറ്ററും അതിലൊക്കെ ഉപരി ഒരു ജീവിതത്തെക്കുറിച്ച് ഉറച്ച തൻ്റെതായ അഭിപ്രായമുള്ള ഒരു മനുഷ്യൻ, ആരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ശക്തിയുള്ള ഒരു കലാകാരൻ. അങ്ങനെ പല രീതിയിലും ഞാൻ ബഹുമാനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസന്റേത്.
അകാലത്തിലാണ് അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്കുണ്ടായത്. ഒടുവില് ശ്രീനിയെ ഞാൻ ഒന്ന് രണ്ട് ചടങ്ങിൽ ഞങ്ങൾക്ക് ഏതോ ഒരു അവാർഡ് ഇതിന്റെ കിട്ടുന്ന ഒരു ചടങ്ങില് ശ്രീനിയായിരുന്നു എനിക്ക് തന്നത്. എനിക്ക് തോന്നുന്നത് അന്ന് ശ്രീനിയെ കാണാൻ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. പക്ഷെ ആ ചിരിയും ആ രൂപത്തിൽ വന്ന മാറ്റമൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിനെ ബാധിച്ചിരുന്നു. ശ്രീനിയെ മരിച്ചു കിടക്കുന്ന ശ്രീനിയെ കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയകാല കാര്യങ്ങളിലോട്ടൊക്കെ പോയിരുന്നു. ശ്രീനിയും ഇങ്ങനെ ഇൻഡസ്ട്രിയില് അദ്ദേഹത്തിന്റെ നമുക്കറിയാമല്ലോ ഭയങ്കര ചരിത്രമുള്ള ആ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരു വലിയ ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനിക്ക് ഒരു വലിയ ബേസ് ഉണ്ടായിരുന്നു. മദ്രാസിൽ പുള്ളി ഉണ്ടാക്കിയെടുത്ത സിനിമയുടെ ഭയങ്കര ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. എന്നെ കണക്കുള്ളവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ശ്രീനിവാസനെ കുറിച്ചുള്ള സ്മരണയിൽ ഈ എപ്പിസോഡ് നിർത്താം. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.